അഖിൽ മാരാർ എൻ്റെ സുഹൃത്താണത്. എങ്ങനെയാണ് അവൻ ഇങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ പറയുന്നതല്ല, ഇവർക്കൊന്നും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവില്ല. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ആൻറ്റി നാഷണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവനെ നമ്മൾ ആൻറ്റി നാഷണലായിട്ടാണ് കാണുന്നത്. ഇത് സാധാരണ സമയമല്ല. ഈ സമയത്ത് നിങ്ങൾ വാതുറക്കരുത്. നിങ്ങൾ എന്ത് വിചാരവും സ്പിരിറ്റ്, എന്തുകൊണ്ടാണ് ഓപ്പോസിഷൻ വരുന്നൊന്നും ഉണ്ടായിരിക്കുന്നത്? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താ കൊടുക്കാത്തത്? ഇന്നിപ്പോൾ പേൽഗാമിനെ കുറിച്ച് അവിടുത്തെ പാകിസ്ഥാൻ്റെ ജനറൽ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഓപ്പറേഷനാണെന്ന്. ഇലക്ഷൻ്റെ സമയത്ത് ഇതേ കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടില്ലായിരുന്നില്ലേ ഇത് മോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ചെയ്താണെന്നുള്ളത്? അപ്പം അന്നത് പറയാം, അന്നൊരു യുദ്ധസമാനം ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് നടക്കുന്നത് യുദ്ധസമാനമാണ്. ഈവൻ ചാനലുകാരെ മോണിറ്റർ ചെയ്യുന്നു, ആരെന്ത് പറയുന്നു. കോളേജിലെ പിള്ളേർ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരെ പൊക്കുന്നുണ്ട്. കാരണം ഇവിടെയൊക്കെയാണ് ഈ ആൻറ്റി നാഷണൽ എലിമെൻറ്റ്സ്, നമ്മുടെ ദ എനിമി വെൽ വിത്തിൻ ദി കൺട്രി എന്നുള്ളതാണ്. അപ്പോൾ ഇവരെ പോലും മോണിറ്റർ ചെയ്യുന്നൊരു സമയമാണ് ഇപ്പം. നിങ്ങളുടെയൊക്കെ ഈ വികാരങ്ങൾ, നിങ്ങളുടെ ഒരു വികാരം ചിലപ്പോൾ അത് 10 പേരുടെ അല്ല അത് ശരിയല്ലേ എന്ന് തോന്നിപ്പിക്കാം. അപ്പം എന്താണ് നിങ്ങൾ മിസ്ലീഡ് ചെയ്യാണ്, മിസ്ഗൈഡ് ചെയ്യാണ്. ഒരു ചാനലുകാരനും അതുപോലെ തന്നെയാണ്. 5 റഫാൽ എന്നൊക്കെ പറയുന്നത് 5 റഫാൽ ഇസ് അക്കൗണ്ടബിൾ. നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഒരു റൂമിലിരുന്നുകൊണ്ട് സങ്കടം പറഞ്ഞുകൊണ്ട് 5 റഫാൽ പോയി എന്നൊക്കെ പറയുന്നതൊക്കെ such a very idiotic statement these people make and irresponsible and what kind of human beings they are. ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിൻ്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതുണ്ടെങ്കിലും ശരി. ഇപ്പം ബട്ടിൻ്റെയിൽ മിരാജ് വീണു എന്ന് പറഞ്ഞു. ബട്ടിൻ്റെ ഞാൻ ചെക്ക് ചെയ്തു, മിരാജ് അല്ലാതെ അത് ട്രെയിനിങ്ങിന് സമയത്തുള്ള MiG-29 അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പൊങ്ങി അപ്പുറത്ത് തന്നെ ക്രാഷ് ചെയ്ത് വീണു. ടെക്നിക്കൽ സ്നാഗ്. അതിനെ പാകിസ്ഥാനും അടിച്ചിട്ടില്ല, ബംഗ്ലാദേശും അടിച്ചിട്ടില്ല, ചൈനയും അടിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളത് പറഞ്ഞുണ്ടാക്കിയത് എന്തായിരുന്നു? പാകിസ്ഥാൻ അടിച്ചു നമ്മുടെ വിമാനത്തിന് മിരാജ്. ഇപ്പം എന്ത് ചോദിച്ചാലും മിരാഷിനെയാണ് പറയുന്നത്. അതാണ് ഹയസ്റ്റ് എയർക്രാഫ്റ്റ് വിച്ച് വി ഗോട്ട് എന്ന്. മറ്റേ എയർക്രാഫ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ അതിൻ്റെ കൂടെയൊക്കെ പേര് മറക്കാതെ ഓർത്ത് വയ്ക്കുമോ? അതും കൂടെ ഫൈറ്റിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ടകളെല്ലാം നടന്നിട്ട് പോലും ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഇരിക്കുന്ന പ്രശ്നം, ഇന്നലെ എന്താണ് ആ പത്രസമ്മേളനം നമുക്ക് കണ്ടതല്ലേ അത്? ബിക്കോസ് ദാറ്റ് ഇസ് വെരി വെരി മെച്ചുവേർഡ് പത്രസമ്മേളനം. മിനിഞ്ഞാന്നത്തേന് ഞാൻ ഇതും പറഞ്ഞു. മിനിഞ്ഞാന്ന് രാത്രി സീസ് ഫയർ കഴിഞ്ഞു, അവരിനി അടിക്കും എന്ന് പറഞ്ഞ് അന്ന് രാത്രി അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ റിട്ടാലിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് എഗെയിൻ ഒരു ചാൻസ് കൊടുക്കാം. നമുക്കറിയാം പാകിസ്ഥാനെ അടിക്കുമെന്നുള്ളത്. പാകിസ്ഥാൻ അടിച്ചു, അവരെ വിട്ടിട്ട് പറഞ്ഞു. അതിനാണ് ഇന്നലത്തെ പത്രസമ്മേളനം. രാത്രി വരുന്നതിന് മുന്നേ ഞാനിതാ പറയുന്നത് എൻ്റെ അടുത്ത്, ഇന്ന് രാത്രി ഇന്നലത്തെ രാത്രി പോലെ ആണെങ്കിൽ മോനെ നിനക്ക് പണി കിട്ടുമെന്നുള്ളത്. അതാ ഞാൻ ചോദിക്കാൻ വരുന്നത്, നമുക്ക് വേണമെങ്കിൽ ഇപ്പം കയറി. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ എപ്പോഴും നിങ്ങളെക്കാൾ എല്ലാം വേറും വാശിയുണ്ട്. എനിക്ക് ഈ ഒരു രാജ്യത്തിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എനിക്ക് പെട്ടെന്ന് രക്തം തിളയ്ക്കും. പാകിസ്ഥാനെയൊക്കെ തല്ലിക്കൊള്ളണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും കൂടെ ചിന്തിക്കണം. ഒരു രണ്ട് വീട്ടുകാർ കൂടെ തമ്മിലൂടുന്ന സമയത്ത്, ഒരാൾ വെട്ടുകത്തി എടുത്തുകൊണ്ട് അയലോക്കക്കാരനെ വെട്ടാൻ പോകുന്ന സമയത്ത് ആവശ്യമായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും വന്ന് പിടിക്കും, അച്ഛാ ചെയ്യരുതെന്ന്. അത് അവരെ തല്ലാൻ, അവരോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ. അത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ജയിലിൽ പോവും. ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ പലതുമായിരിക്കും. ഇതിനെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ തന്നെ 2 രാഷ്ട്രങ്ങളും തമ്മിൽ അങ്ങനെ ചിന്തിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ഞങ്ങൾ പട്ടാളക്കാരവിടെ നിൽക്കാം. ഞാൻ എന്ന് പേപ്പറിൽ ഇത് കണ്ടു, പാങ്ങോട്ടിൽ അവിടെ റിപ്പോർട്ട് കൊടുക്കും, ഞാൻ അന്ന് തന്നെ എൻ്റെ IC നമ്പറും കൊടുത്ത് ഞാൻ എൻ്റെ പേരെഴുതി വെച്ചു. എന്നെ കൂടെ ഇപ്പോഴും അവിടെയൊക്കെ പോയിട്ട് നിന്നിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞു. അതൊക്കെ ഓക്കെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ബുദ്ധിയില്ലാതെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മറ്റവൻ ബുദ്ധിയില്ലാത്തവനാണ്. നമ്മൾ കയറി അടിച്ചു, നമ്മൾ നിരങ്ങും. പക്ഷെ ഇന്നലെ വാണിംഗ് കൊടുത്തത് വളരെ സ്ട്രോങ് ആയിട്ടാണ്. അത് ആ 3 പേരും ഇരുന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പവർ ഉണ്ട്. യെസ്, നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളും ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീക്ക്നെസ്സുകൾ മുഴുവൻ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഇന്ന് രാത്രി നിങ്ങൾ വല്ലതും ചെയ്താൽ പിന്നെ ആക്ട് ഓഫ് വാർ. ആ ആക്ട് ഓഫ് വാർ എന്നുള്ളത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ 3 പേരും ദ സ്പോക്സ് പേഴ്സൺസ് ഓഫ് ആർമി, നേവി, എയർഫോഴ്സ്, when they sit and talk, they got the sound very loud and clear. Yes. Pakistan got it. ഇന്നലെ രാത്രി എന്തോ ഒരു പ്രശ്നം ഉണ്ടാവായിരുന്നു. താടിയിൽ അപ്പനേനെ പേടിയുള്ളൂ. അതിപ്പോൾ മോദിജിക്കാണെങ്കിലും ശരി, അമിത്ഷായ്ക്കാണെങ്കിലും ശരി, താടി ഇല്ലാത്തൊരു യോഗി ആദിത്യനാഥും ഉണ്ട്. താടിയൊന്നും ആവശ്യമില്ല. ഇതാ പറയുന്നതിൻ്റെ കടുപ്പം. ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് തോന്നണം ഈ മനുഷ്യൻ പറഞ്ഞതിൽ എന്തോ ഉണ്ട് കേട്ടോ, എന്താണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്.
നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ ശക്തി എന്തെന്നുള്ളത് കാണിക്കാതെ തന്നെ പലരും പറഞ്ഞിട്ട് പോകും. അതെ, ഒരു നോട്ടത്തിലുണ്ടാവും മോനെ നിർത്തിക്കോ. നിർത്തിക്കോ. ബട്ട് അത് മനസ്സിലാക്കാനുള്ള കഴിവ് പാകിസ്ഥാനില്ലെങ്കിൽ, പക്ഷെ ഇന്നലെ ഉണ്ടായിരുന്നു, യെസ്, ഇന്നലെ രാത്രിയിൽ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യങ്ങൾ. ഞാനൊരു മീം കണ്ടതാണ്. ടർക്കിയിൽ ഇതിന് മുന്നേ എർത്ത് വന്ന സമയത്ത് നമ്മുടെ ഇവിടെ നിന്നാണ് ഹെൽപ്പ് ചെന്നത് പോയിട്ടുള്ളത്. എന്നിട്ട് നമുക്കെതിരെ ഇവര് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ആണ് ഈ ഫെനറ്റിസം എന്ന് പറയുന്നത്. ജാതിപരമായിട്ടും മതപരമായിട്ടുമൊക്കെയുള്ള ചില അഫിലിയേഷൻസ്. എന്നാൽ ചൈനക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാർക്കൊന്നുമില്ല. ചൈനക്കാർക്ക് നമ്മളോടാ വിദ്വേഷം. അപ്പം നമ്മുടെ ശത്രുവിൻ്റെ ശത്രു നമ്മുടെ മിത്രം എന്നുള്ളതാണ് പാകിസ്ഥാനുമായിട്ടുള്ളത്. പക്ഷെ പാകിസ്ഥാൻ അടിയിട്ടിയത് എന്താണ്? ഈ ചൈനയിലത്തെ ഇവിടുത്തെ കളിപ്പാട്ടം പോലും ഇപ്പോൾ പിള്ളേർ നോക്കിയിട്ട് അപ്പോൾ അച്ഛ അത് മേക്ക് ഇൻ ചൈനയാണ്, വേണ്ട എനിക്ക് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യക്കാർ പിള്ളേരായിരിക്കുന്നു. അപ്പോൾ അതുപോലെ അവർ വെപ്പൺസാണ് വാങ്ങിച്ചു വെച്ചത്, അതാണ് കിട്ടിയത് ഇപ്പം പണി. അവിടുന്ന് പൊങ്ങി ഇങ്ങോട്ട് എത്തുന്നില്ല. ടർക്കിയിൽ നിന്ന് വന്നാലും ശരി ഇങ്ങോട്ട് എത്തുന്നില്ല. ഈവൻ നെതർലാൻഡ്, ഈ 3 രാഷ്ട്രങ്ങളാണ് ഇവർക്ക് സപ്ലൈ ചെയ്തിരുന്നത്. നമ്മുടെ അടുത്തിരിക്കുന്നത് ആർട്ടിലറി ഗൺസ് നോക്കിക്കഴിഞ്ഞാൽ അത് റഷ്യയുടെ ബലവത്തായിട്ടുള്ള 130mm ഗൺസ് ഇവിടെ ഇരിപ്പുണ്ട്. ബോഫോസ് 155 അപ്പുറത്തിരിക്കുന്നു സ്വീഡൻ്റെ. ഇതൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ പിറകിൽ അതിലും വലിയ ശക്തിയായിട്ട് ഓരോ ഇന്ത്യൻ സോൾജേഴ്സും നിൽക്കുന്നുണ്ട്. ആ വിൽ പവറോടുകൂടിയിട്ടും അവൻ്റെ സ്കില്ലും. ദ സോ പെർഫെക്റ്റ് ആൻഡ് സോ ഫാസ്റ്റ് ഇൻ റിയാക്ടിങ് ആൻഡ് പ്ലേയിങ് ഓൺ ദിസ് ഗൺസ്. ഞാനൊരു ഗണ്ണറായതുകൊണ്ടാണ് പറയുന്നത്. ഒരു ഗണ്ണിൻ്റെ മുകളിൽ അന്നൊക്കെ നമ്മൾ 20 സെക്കൻഡ്, 18 സെക്കൻഡ്, 15 സെക്കൻഡ്, 7 സെക്കൻഡൊക്കെ സെക്കൻഡ് റൗണ്ട് അടിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ, കാരണം ഒരു ഷോട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ബാരൽ തെറ്റി. ഇതിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റീകോയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബാരലിൻ്റെ എയിം പോയി. പിന്നെ അതിന് രണ്ടാമത് ഈ ഡിഗ്രി വെച്ചിട്ട് കാണാം, ഇതിൻ്റെ എലിവേഷൻ, ഇതിൻ്റെ ലൈൻ ഓഫ് സൈറ്റ്, ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മളിതിനെ പിന്നെയും കറക്കി അടിച്ചിട്ട് തന്നെ ആ ഡിഗ്രി കൊണ്ട് നിർത്തണം, ബബിൾ കറക്റ്റ്. ഇതിന് പലപ്പോഴും ആ ടീമുകൾ, ഞങ്ങൾ ടീമിലൊക്കെ കോമ്പറ്റീഷൻ വയ്ക്കുന്നത് 7 സെക്കൻഡും 10 സെക്കൻഡിലൊക്കെ രണ്ടാമത് റെഡി ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് ബോഫേഴ്സ് വന്നതിന് ശേഷം എന്താണ്, ബോഫേഴ്സ് പിന്നെ ഓട്ടോമാറ്റിക്കാണ്. അത് കമ്പ്യൂട്ടറിൽ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ആ വെടി വെച്ചിട്ട് വിത്തിൻ നോ ടൈം എഗെയിൻ ഹി ഈസ് റെഡി. 3 സെക്കൻഡ് 4 സെക്കൻഡ് രണ്ടാമത്തെ അടിച്ചു. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുന്ന നമ്മളോട് പാകിസ്ഥാൻ്റെ അടുത്ത് ഇതുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനെപ്പോഴും പറയുകയാണ്, ഇതിൻ്റെ പിറകിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളേതാണെന്നുള്ളത് നോക്കണം, അവൻ്റെ മൊറാൽ എന്താണെന്നുള്ളത് നോക്കണം. പാകിസ്ഥാൻ്റെ മൊറാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജവാൻസ് ആർ വെരി ഫെഡ് അപ്പ്. ബിക്കോസ് അവർക്ക് ഓഫീസേഴ്സായിട്ട് യാതൊരു ഇതുമില്ല. അവരുടെ യുദ്ധങ്ങളിൽ ഓഫീസേഴ്സ് മരിക്കാറില്ല. നമ്മുടെ യുദ്ധങ്ങളിൽ ഓഫീസേഴ്സ് ഈക്വലായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്നുള്ളത് അത് ഇന്ത്യൻ പെട്ട ആൾക്കാർക്കും അറിയാം, അതേപോലെ പാകിസ്ഥാനീസിനും അറിയാം.